പക്ഷേ ഇപ്പം ഈ ജിയോ പൊളിറ്റിക്സിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഒരുപക്ഷെ ഒരു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നവർ പറയും പിന്നെ ഇയാൾ ലോകമഹായുദ്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇപ്പം സൃഷ്ടിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അത് ഒരു കൂട്ടത്തലിന് ശേഷമേ അതിന് സമാപനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കാരണം പലവട്ടം നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് അങ്ങനെയാണെന്ന് അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഇതിൻ്റെ ഒരു പോക്ക്? ഒന്നാമത്തെ കാര്യം, സാറിൻ്റെ സംശയ ന്യായമാണ്. ഇത് എവിടെ അവസാനിക്കും? ഒന്നാമതിപ്പോൾ ഈ റഷ്യ യുക്രൈൻ ഇഷ്യൂവിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എത്നിക്കാണ്. സോവിയറ്റ് യൂണിയൻ ചെതറിത്തെറിച്ച് പോയപ്പോൾ എല്ലാം എത്നിക് യൂണിറ്റുകളായിട്ട് മാറി. അപ്പോൾ റഷ്യയുമായി എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായും വംശീയമായും ഒക്കെ ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ക്രീമിയ പക്ഷേ രാഷ്ട്രീയമായി ഉപയോഗിച്ചപ്പോൾ ഉക്രൈനകത്തായിപ്പോയി. പക്ഷേ ക്രീമിയക്കാർ വംശീയമായും വിശ്വാസപരമായും സാംസ്കാരികമായും ഭാഷ കൊണ്ടുമൊക്കെ റഷ്യയോട് അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ആദ്യകാലത്തൊക്കെ അറിയാലോ, 92 കാലത്താണിത് ഉണ്ടാകുന്നത്, സോവിയറ്റ് യൂണിയൻ ചെതറി പോകുന്നത്. അപ്പോൾ 92 തൊട്ട് ഏതാണ്ട് 2000 വരെ അവിടെ ഭരിച്ച ആളുകളൊക്കെ ക്രീമിയക്കാരെ നമ്മളെ കാശ്മീർ പോലെ പ്രത്യേക പരിഗണന കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ 2000 തൊട്ട് ഇദ്ദേഹം വന്നപ്പോൾ, സെലൻസ്കിയൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ ആ ചിത്രം മാറി. അവർക്ക് മാത്രമായിട്ട് എന്തിനാണ് പ്രത്യേകമായൊരു അവകാശം എന്ന് വെച്ചാൽ റഷ്യൻ ഭാഷ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക, റഷ്യൻ സംസ്കാരം, റഷ്യൻ ദേവാലയങ്ങൾ, റഷ്യൻ വിദ്യാലയങ്ങൾ, ഇത് ആണ് അവിടുത്തെ ഇഷ്യൂ, ബേസിക് ഇഷ്യൂ അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.